നിങ്ങളെ ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾക്കൊരു പെറ്റ് സ്കാൻ എടുക്കണം അല്ലെങ്കിൽ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ പെറ്റ് സ്കാന്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര എക്സ്പെൻസീവ്? പിന്നെ ഇതിൻ്റെ ആക്ച്വൽ യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വെറുതെയാണോ ഈ സ്കാന്? നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ എന്താണ് പെറ്റ് സ്കാൻ, എന്തുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ഈ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. എന്താണ് പെറ്റ് സ്കാൻ? പെറ്റ് സ്കാൻ പറഞ്ഞാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, അതാണ് ഫുൾ ഫോം. അത് നമ്മൾ CT ആൻഡ് MRI പോലെ ഒരു പ്രത്യേക സ്കാനാണ്. അതിൽ ക്യാൻസറിന് മാത്രമല്ല വേറെ ഇൻഫെക്ഷനും വേറെ ബോഡീൻ്റെ ആക്ടിവിറ്റീനെ പറ്റി മനസ്സിലാക്കാൻ ചെയ്യുന്നൊരു ടെസ്റ്റ്. ഈ ഒരു സ്കാനിൽ നമ്മൾ ഇമേജ് അല്ലെങ്കിൽ നമ്മളെ ഓർഗൻസിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു സൈസ് മാത്രമല്ല മനസ്സിലാവുക, അതിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി പറഞ്ഞാൽ ക്യാൻസർ സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ള മറ്റ് അവയവങ്ങളെ നോക്കുമ്പോൾ, മറ്റ് കോശങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു പെറ്റ് സ്കാൻ ഫോട്ടോ ഇമേജ് കൂടാതെ അതിൻ്റെ ഒരു കളറ്, അതിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ട് പിടിക്കാൻ പറ്റും. എങ്ങനെയാണ് പെറ്റ് സ്കാൻ വർക്ക് ചെയ്യുന്നത്? ഈ ഒരു സ്കാനിൻ്റെ കൂടെ നമ്മളൊരു ഇഞ്ചക്ഷൻ വെക്കാറുണ്ട്. ഈ ഇഞ്ചക്ഷനാണ് 5-FDG അല്ലെങ്കിൽ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. അപ്പോൾ ഇതൊരു ഗ്ലൂക്കോസിൻ്റെ ഒരു സംഭവമാണ്. അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂളിൻ്റെ മേലെ റേഡിയോ ആക്റ്റീവ് ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഗ്ലൂക്കോസ് കൂടുതൽ ഉപയോഗിക്കുന്നു അവിടെ പോയിട്ട് ഇത് ആക്ട് ചെയ്തിട്ട് ഈ റേഡിയേഷൻ വിടുന്നു. ഈ റേഡിയേഷനാണ് സ്കാന് നമ്മൾ ചെയ്യുമ്പോൾ പിക്കപ്പായിട്ട് അതൊരു ബ്രൈറ്റ് ലൈറ്റായിട്ട് ഒരു കളറായിട്ട് നമ്മൾ കാണാറ്. എവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പെറ്റ് സ്കാന് യൂസ് ചെയ്യാറ്? ഒന്ന്, നമ്മളെ സ്റ്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക്യാൻസർ ശരീരത്തിൽ എവിടെയൊക്കെയുണ്ട്, ഏതൊക്കെ ലൊക്കേഷൻസിലുണ്ട്, അത് ഒന്നാമത്തെ സ്റ്റേജാണോ രണ്ടാമത്തെയോ അല്ലെങ്കിൽ 3rd or 4th സ്റ്റേജ് ആയിട്ടുണ്ടോ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ, ട്രീറ്റ്മെൻറ്റായിട്ട് റെസ്പോൺസ് ഉണ്ടോ, കുറഞ്ഞു വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി ബെറ്റർ ആണോ, അതും മനസ്സിലാക്കാൻ പറ്റും പെറ്റ് സ്കാൻ വെച്ചിട്ട്. മൂന്നാമത്തെയാണ് ക്യാൻസർ തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഈ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ പേഷ്യൻസിനോട് പറയും ഒരു പെറ്റ് സ്കാന് നോക്കാം, അസുഖത്തിൻ്റെ എന്തെങ്കിലും തിരിച്ചു വന്ന ലക്ഷണങ്ങളുണ്ടോ ഇല്ലയോ. എക്സാമ്പിളായിട്ട് നമ്മൾ ലിംഫോമ പറഞ്ഞ ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ പെറ്റ് സ്കാന് യൂസ് ചെയ്യാറ്. അത് സ്റ്റേജ് മനസ്സിലാക്കാൻ വേണ്ടി, അതിൻ്റെ റെസ്പോൺസ് നോക്കാൻ വേണ്ടി, പിന്നെ അതിൻ്റെ ഫോളോപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതല്ലാതെ തന്നെ നമ്മൾ ഈ ഹെഡിൻ്റെ വായിൽ വരുന്ന ക്യാൻസർ, നാവിൻ്റെ മേലെ വരുന്ന ക്യാൻസർ, റേഡിയേഷൻ കഴിഞ്ഞ് ട്രീറ്റ് ചെയ്ത ക്യാൻസറിലെല്ലാം നമ്മൾ പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ട് റെസ്പോൺസ് നോക്കാറുണ്ട്. നമ്മൾ പെറ്റ് സ്കാന് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ നോക്കേണ്ടത്? പെറ്റ് സ്കാനിൽ യൂഷ്വലി നമ്മൾ വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വെറും വയറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് എടുക്കാറ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ ഫാസ്റ്റ് ആവുമ്പോൾ ഈ കൊടുക്കുന്ന ഗ്ലൂക്കോസ് വേഗം ബോഡിയിൽ അബ്സോർബായിട്ട് എവിടെയൊക്കെയാണ് മാക്സിമം അതിൻ്റെ ആക്ടിവിറ്റി അവിടെ പോയിട്ട് അവിടെ കളർ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്കാനിൽ ഈസിലി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഈ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും അത് എത്താൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കാന് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിൽ വേഗം കഴിയുന്നതാണ്. സ്കാന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് യൂഷ്വലി 1-2 ദിവസത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഈ റിപ്പോർട്ട് കിട്ടാറ്. സോ ഫൈനലി ഇതുവരെ പെറ്റ് സ്കാൻ എന്താണ്, എന്തുകൊണ്ട് ചെയ്യുന്നു, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ പെറ്റ് സ്കാന് ഒരു കോസ്റ്റ്ലി ടെസ്റ്റാണ്. ഒരു 15,000 to 22,000 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ അത് ക്യാൻസറിൻ്റെ ആക്ടിവിറ്റി, ക്യാൻസറിൻ്റെ സ്റ്റേജ്, ക്യാൻസറിൻ്റെ റെസ്പോൺസ് ഇത്
ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഒരു സ്മാർട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാ പേഷ്യൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റും. താങ്ക് യു ആൻഡ് ഹാവ് എ ഹാപ്പി ഹെൽത്തി ലൈഫ്.